+1 മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ആശയത്തെ പറ്റിയാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. തൊട്ട് മുന്നത്തെ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ആംഗിൾസ് എന്താണെന്നും ആംഗിൾസ് എന്ന് പറയുന്നതിനെ രണ്ട് രീതിയിൽ മെഷർ ചെയ്യാമെന്നും ആ മെഷർമെൻറ്റുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഫോർമുലാസും ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപേ നമ്മുടെ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ മുന്നറിവായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അത് അക്യൂട്ട് ആംഗിൾഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ അവിടെ നമുക്ക് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് എന്നീ കാര്യങ്ങൾ ഡിഫൈൻഡ് ആണ്. അത് ഡിഫൈൻഡ് ആകുന്നത് അതേ ട്രയാങ്കിളിൻ്റെ തന്നെ സൈഡുകളുടെ ലെങ്ത്തുകളുടെ റേഷ്യോയുമായി ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. ഈ കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതാണ് ഇപ്പോൾ നമുക്കൊരു മുന്നറിവായിട്ട് നമ്മുടെ കയ്യിലുള്ളത്. ഇനി നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പോകുമ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഒരു യൂണിറ്റ് സർക്കിൾ കോർഡിനേറ്റ് ആക്സിസിൻ്റെ മുകളിൽ കൺസിഡർ ചെയ്യുകയാണ്. കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XY ആക്സിസ് ആണ് കോർഡിനേറ്റ് ആക്സിസുകളായിട്ട് പറയുക. അതിൽ ഒറിജിൻ സെൻറ്റർ ആകുന്ന രീതിയിൽ എടുത്തിട്ടുള്ള ഒരു യൂണിറ്റ് സർക്കിളാണ് നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമ്മളൊരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. യൂണിറ്റ് സർക്കിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയസ് ഒരു യൂണിറ്റ് ആയിരിക്കും. ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമുക്ക് ആ ഫിഗറിൻ്റെ വലിപ്പം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടി നമ്മൾക്കതിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആയിട്ട് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞ് വിചാരിക്കാം. അപ്പോൾ അവിടെ അങ്ങനെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റിമീറ്ററുമായി താരതമ്യം ചെയ്യരുത്. അത് ഫിഗറിൻ്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കുന്നതിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. എന്തായാലും ഒരു യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയസ് ഒരു യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സർക്കിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ മുകളിൽ ഒരു ജനറൽ പോയിന്റ് എന്ന് പറയുന്നത് P എടുത്തിട്ടുണ്ട്. അതിൻ്റെ കോർഡിനേറ്റ്സുകൾ എയും ബിയുമാണ്. അതായത് P എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്കുള്ള അകലം എന്ന് പറയുന്നത് A യൂണിറ്റ് ആണ്, Y ആക്സിസിലേക്കുള്ള അകലം എന്ന് പറയുന്നത് B യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ P എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്ന ഇവിടെയാണ്. എക്സ് ആക്സിലേക്കുള്ള അകലം A യൂണിറ്റും Y ആക്സിലേക്കുള്ള അകലം B യൂണിറ്റുമാണ്. കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ശരിക്കും എന്താണ്, A എന്ന് പറയുന്നത് O മുതൽ M വരെയുള്ള അകലമാണ് A ആയിട്ട് വരുന്നത്. അതുകൊണ്ട് OM എന്ന് പറയുന്നത് A എഴുതിയിരിക്കുകയാണ്. അതുപോലെ M മുതൽ P വരെയുള്ള അകലമാണ് B ആയിട്ട് വരുന്നത്. അത് കോർഡിനേറ്റ്സിൻ്റെ ഡെഫിനിഷൻ പ്രകാരമാണ്. കോർഡിനേറ്റ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു XY ആക്സിസ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് എന്ന് പറയുന്നത് കോർഡിനേറ്റുകൾ 1, 3 ആണ് വരുന്നത് എങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഒരു പെർപെൻഡിക്കുലർ X ആക്സിന്റെ മുകളിലേക്ക് വരയ്ക്കുക. ഈ ഒരു ലെങ്ത് ആണ് Y കോർഡിനേറ്റ് വരിക. ഇവിടെ നിന്ന് ഒറിജിനിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്തായിട്ട് വരുന്നത്, X കോർഡിനേറ്റ് ആയിട്ട് വരിക. അപ്പോൾ അതേ രീതിയിലാണ് നമ്മളിവിടെ എയും ബിയും മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് സർക്കിൾ ഉണ്ട്, അതിൻ്റെ മുകളിൽ ഒരു ജനറൽ പോയിന്റ് ഉണ്ട്, അതിൻ്റെ കോർഡിനേറ്റ്സ് എയും ബിയും ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ നമ്മൾ OA എന്ന് പറയുന്നതിൻ്റെ മുകളിലേക്ക് വരയ്ക്കുകയാണ്. മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ M എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ ഫിഗറിലേക്ക് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാം. ഏതാണ് ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരുന്നത്? ട്രയാങ്കിൾ OMP. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈൻ എക്സ് എന്ന് പറഞ്ഞ കാര്യം, കോസ് എക്സ് എന്ന് പറഞ്ഞ കാര്യം, ടാൻ എക്സ് എന്ന് പറഞ്ഞ കാര്യമൊക്കെ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾക്ക് അതിലേക്ക് എത്തുന്നതിന് മുൻപേ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. കൂടാതെ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ആംഗിൾ അത് എക്സ് ആണെന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A മുതൽ P വരെയുള്ള ആ സർക്കിളിൻ്റെ ചെറിയൊരു പാർട്ട്, അതൊരു ആർക്കാണ്. ആ ആർക്കിൻ്റെ ലെങ്ത് എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീറ്റ = L/R ആണെന്ന് നമുക്കറിയാം. X/1 എന്ന് പറഞ്ഞാൽ എത്ര വരും? X റേഡിയൻ ആണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ വരിക. അതുകൊണ്ടാണ് ഇവിടെ X എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആംഗിൾ AOP എന്ന് പറയുന്നത് X റേഡിയൻ ആകുന്ന രീതിയിലാണ്
നമ്മൾ ഫിഗറിൽ എടുത്തിരിക്കുന്നത്. അതുകൂടി ഒന്ന് ഓർമ്മയിൽ വെക്കുക. ട്രയാങ്കിൾ OMP എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം? cos x എന്ന് പറയുന്നതും sin x എന്ന് പറഞ്ഞ കാര്യവും എഴുതാം. cos x എന്ന് പറഞ്ഞ കാര്യം ഒന്ന് കണ്ടുപിടിക്കുകയാണ്. cos x is equal to, cos x എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. x എന്ന് പറഞ്ഞ ആംഗിൾ ഇതാണ്. ഇതിന്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ വരിക? A ആണ് വരിക. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ചെരിച്ചു വരച്ചിരിക്കുന്ന വര, അത് എത്രയാണ്? 1 യൂണിറ്റ് ആണ് വരുന്നത്. അപ്പോൾ cos x എന്ന് പറയുന്നത് എന്ത് വരും? A/1, അതായത് A തന്നെ ആയിരിക്കും. അതുപോലെ sin x എന്ന് പറയുന്ന കാര്യം കണ്ടെത്തിയാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ വരിക? B എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത് ആണ് വരിക. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ വീണ്ടും OP ആണ് വരിക, അതായത് 1 യൂണിറ്റ് ആണ് വരിക. അപ്പോൾ sin x എന്ന് പറയുന്നത് എന്ത് വരും? B/1 is equal to B. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണ്? A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos x ആണ്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin x ആണ്. ഇത് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം കണ്ടെത്തിയത്. പിന്നെ റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പൈത്തഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. പൈത്തഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ് വരുന്നത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ നോക്കാം നിങ്ങൾ, നമ്മുടെ ബേസ് എന്ന് പറയുന്നത് A യൂണിറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ് അഥവാ ഹൈറ്റ് എന്ന് പറയുന്നത് B ആണ് വരുന്നത്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് OP അഥവാ 1 യൂണിറ്റ് ആണ് വരുന്നത്. ബൈ പൈതഗോറസ് തിയറം വി ക്യാൻ സേ ദാറ്റ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഈക്വൽ ടു 1. A സ്ക്വയറിനോട് കൂടി B സ്ക്വയർ കൂട്ടിയാൽ കിട്ടുന്നത് എന്താണ്? 1 സ്ക്വയർ ആണ് വരിക. 1 സ്ക്വയറിന് പകരം നമുക്ക് എന്താ എഴുതാം? 1 എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഇവിടെ നിന്ന് A എന്ന് പറയുന്നത് cos x ആണെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. B എന്ന് പറയുന്നത് sin x ആണെന്ന് പറഞ്ഞ ആശയം കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പറയാം? Aക്ക് പകരം cos x എന്ന് പറഞ്ഞ കാര്യം ഞാൻ കൊടുക്കുകയാണ്. cos x ഹോൾ സ്ക്വയർ പ്ലസ് sin x ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. ഇതിനെ ഒന്നുകൂടി നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ cos x ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നതിന് പകരം cos സ്ക്വയർ x പ്ലസ് sin സ്ക്വയർ x ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്ന ആദ്യത്തെ ഐഡന്റിറ്റിയാണ് cos സ്ക്വയർ x പ്ലസ് sin സ്ക്വയർ ഈക്വൽ ടു 1. ഈ x എന്ന് പറയുന്ന പൊസിഷൻ ആ യൂണിറ്റ് സർക്കിളിന് മുകളിൽ എവിടേക്ക് മാറിയാലും cos സ്ക്വയർ എക്സിനോട് കൂടി sin സ്ക്വയർ എക്സ് കൂട്ടിയാൽ 1 ആണ്. അഡീഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ sin സ്ക്വയർ എക്സിനോട് കൂടി cos സ്ക്വയർ എക്സ് കൂട്ടിയാലും എന്ത് തന്നെയാണ് ആൻസർ? 1 എന്ന് പറഞ്ഞ ആശയം തന്നെയാണ്. ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മയിലേക്ക് വെക്കാം. A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Pയുടെ x കോർഡിനേറ്റ് ആണ്. അപ്പോൾ ശരിക്കും PAB എന്ന് പറയുന്നതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ ചിന്തിക്കാം. PAB എന്ന് പറയുന്നതിനെ P Aക്ക് പകരം cos x എന്ന് വിചാരിക്കാം, Bക്ക് പകരം sin x എന്ന് പറഞ്ഞ കാര്യം ചിന്തിക്കാം. അപ്പോൾ ഇനി P എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സർക്കിളിന്റെ മുകളിലെ ജനറൽ പോയിന്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ അതിൻ്റെ സ്ഥാനങ്ങൾ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യാസപ്പെടുത്തുന്നതിനനുസരിച്ച് നമുക്ക് പല ആംഗിളുകളും അതിൻ്റെ ഇടയിൽ കയറി വരും. ആ ആംഗിളുകൾക്ക് കറസ്പോണ്ടിങ് ആയ വാല്യൂസുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ P എന്ന് പറഞ്ഞ പോയിന്റിനെ ഞാൻ എയിലേക്ക് മാർക്ക് ചെയ്യാണ്. അതായത് എയും പിയും എന്താണ്? ഒരേ പോയിന്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളിവിടെ ആലോചിക്കേണ്ടത് അവിടെ ആർക്കുകളൊന്നും ഫോം ചെയ്യില്ല. ആർക്കുകളൊന്നും ഫോം ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ആർക്ക് ലെങ്ത് 0 ആയിട്ടാണ് നമ്മൾ എടുക്കുക. ആർക്ക് ലെങ്ത് 0 ആണ്. റേഡിയസ് എന്ന് പറയുന്ന 1 യൂണിറ്റ് ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്താ വരിക? 0 റേഡിയൻ ആണ് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് അവിടെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും? ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇവിടെയാണ് കിടക്കുന്നതെങ്കിൽ ആംഗിൾ x ആയതുകൊണ്ട് cos x sin x എന്ന് പറഞ്ഞ കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റിയിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ എന്തായി? x അല്ല അവിടെ സെൻട്രൽ ആംഗിൾ വരുന്നത്, 0 റേഡിയൻ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ പോയിന്റിനെ എങ്ങനെ പറയാം? P cos 0, sin 0 എന്ന് പറയാം. പക്ഷെ ശരിക്ക് ആ P എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ A ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. എയുടെ കോർഡിനേറ്റ് എന്താണ്? 1 0 എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരിക്കും എന്താണ്? cos 0 എന്ന് പറയുന്നത് 1 ആയിരിക്കണം, sin 0 എന്ന് പറയുന്നത് 0 ആയിരിക്കണം. cos 0ൻ്റെ വാല്യൂ 1 ആണെന്നും sin 0ൻ്റെ വാല്യൂ 0 ആണെന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ് A എന്ന് പറഞ്ഞ പോയിന്റ് 1 0 കിട്ടിയത്? ഇതിൻ്റെ റേഡിയസ് 1 യൂണിറ്റാണ്. ഈ പോയിന്റ് കിടക്കുന്നതാണെങ്കിലോ x ആക്സിസിൻ്റെ മുകളിലാണ്. x ആക്സിസിൻ്റെ മുകളിലുള്ള ഏത് പോയിന്റിൻ്റെയും y കോർഡിനേറ്റ് 0 ആണെന്ന് നമുക്കറിയാം.
ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റ് എന്ത് വരും? 10 എന്ന് പറഞ്ഞ പോയിന്റ് വരും. അപ്പോൾ നമ്മൾ ചെയ്തത് പി എന്ന് പറഞ്ഞ ജനറൽ പോയിന്റിനെ എയിലേക്ക് മാറ്റി. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 0 റേഡിയൻ ആണ്. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കോസ് 0 1 ആണെന്നും സൈൻ 0 0 ആണെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് നമ്മൾ പറയുന്നത് പി എന്ന് പറയുന്ന ഈ പോയിന്റ് നമ്മൾ നേരെ ബിയിലേക്ക് കൊണ്ടുപോയി മാർക്ക് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളാണ് വരിക. എ ഒ പി അല്ലെങ്കിൽ എ ഒ ബി എന്ന് പറയുന്ന ഒരു കാര്യമാണ് വരിക. എ ഒ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി റൊട്ടേഷൻ ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സെൻട്രൽ ആംഗിൾ എത്ര വരിക? 90 ഡിഗ്രി ആണ് നമ്മൾ പറയുക. മറ്റേത് π/2 റേഡിയൻ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അവിടെ π/2 റേഡിയൻ ആണ് സെൻട്രൽ ആംഗിൾ വരുന്നത്. ആ π/2 റേഡിയൻ വരുന്ന സമയത്ത് ഇവിടെയാണ് ഇപ്പോൾ പി എന്ന് പറഞ്ഞ പോയിന്റ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്ന് പറയുന്ന കാര്യത്തിനെ നമുക്ക് മറ്റൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ പി കോസ് π/2 സൈൻ π/2, അതായത് കോസ് π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും, സൈൻ π/2 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പോൾ കോസ് π/2ന്റെ വാല്യൂ 0 ആണെന്നും സൈൻ π/2ന്റെ വാല്യൂ 1 ആണെന്നും നമ്മൾ ഈ യൂണിറ്റ് സർക്കിൾ മുഖാന്തരം തെളിയിക്കൽ കഴിഞ്ഞു. വീണ്ടും നമ്മൾ ആ പി എന്ന് പറഞ്ഞ പോയിന്റിനെ വീണ്ടും റൊട്ടേറ്റ് ചെയ്തിട്ട് എവിടേക്ക് എത്തിക്കുകയാണ്? സി എന്ന് പറഞ്ഞ പോയിന്റ് മുകളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ 90 ആണ്. വീണ്ടും ഒരു 90 ഡിഗ്രി റൊട്ടേഷൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെൻട്രൽ ആംഗിൾ എത്ര വരിക? π റേഡിയൻ ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് പി കോസ് π സൈൻ π. ഇതിൽ കോസ് π എന്ന് പറഞ്ഞാൽ എത്ര വരിക? -1. സൈൻ π എന്ന് പറയുന്നത് 0. വീണ്ടും നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഡിയിലേക്ക് കൊണ്ടുവരികയാണ്. പി എന്ന് പറഞ്ഞ ജനറൽ പോയിന്റിനെ ഡിയിൽ കൊണ്ടുവന്നിടുകയാണെങ്കിൽ ആ പോയിന്റ് എന്തായി മാറി? പി കോസ് 3π/2 സൈൻ 3π/2. എങ്ങനെയാണ് 3π/2 വന്ന്? ഇവിടെ ഒരു 90, ഇവിടെ ഒരു 90, ഇവിടെ ഒരു 90, എല്ലാം ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 270 ഡിഗ്രി വരും. അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് 3π/2 എന്ന് പറഞ്ഞ കാര്യം കിട്ടുന്നത്. അപ്പോൾ കോസ് 3π/2ന്റെ വാല്യൂ 0 ആയിരിക്കും, സൈൻ 3π/2ന്റെ വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. വീണ്ടും ഒരു 90 കൂടി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടേക്ക് എത്തി? എയിലേക്ക് തന്നെ വീണ്ടും എത്തി. അത്തരം കേസാണ് വരുന്നതെങ്കിൽ ജനറൽ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് 2π സൈൻ 2π. കാരണം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി വീണ്ടും അവിടെ തന്നെ വന്നു കഴിഞ്ഞു. 1 കംപ്ലീറ്റ് റെവല്യൂഷൻ അഥവാ 2π റേഡിയൻ. അപ്പോൾ സെൻട്രൽ ആംഗിൾ അവിടെ എത്രയാണ്? 2π റേഡിയൻ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കോസ് 2π സൈൻ 2π എന്ന് പറഞ്ഞ ആശയം പറയാം. ഇത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി നമുക്കിവിടെ പറയാം. കോസ് 2π എന്ന് പറയുന്നത് 1 ആയിരിക്കും, സൈൻ 2π എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ കുറേ വാല്യൂസുകൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇതിനെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അതിനെ ലിസ്റ്റ് ചെയ്തുള്ള കാര്യം പറയും. അപ്പം നമ്മളിവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ ആശയം വരുന്നത് 1 ആണ്. ഈ എക്സ് എന്ന് പറയുന്ന കാര്യം അവിടെ ആംഗിൾ പൊസിഷനിൽ വരാനുള്ള കാരണം എന്താണ്? പി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ എടുക്കുന്നു, അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ്. അത് നമ്മൾ മാറ്റുന്നതിനനുസരിച്ച്, അതായത് പിന്റെ പൊസിഷൻ മാറ്റുന്നതിനനുസരിച്ച് ഇവിടെയുള്ള ഈ ആംഗിൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ ഏത് ആംഗിൾ അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും കോസ് സ്ക്വയർ എക്സിനോട് കൂടി സൈൻ സ്ക്വയർ എക്സ് കൂട്ടിയാൽ 1 ആണ്. നമ്മളത് 90 ഡിഗ്രി റൊട്ടേഷൻ കഴിഞ്ഞിട്ടാണ് നിർത്തിയിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കോസ് സ്ക്വയർ 90 പ്ലസ് സൈൻ സ്ക്വയർ 90 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇതൊക്കെ പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? എക്സിൻ്റെ പൊസിഷനിൽ ഏത് ആംഗിൾ മെഷർമെൻറ്റ് വന്നാലും ഏത് റേഡിയൻ മെഷർമെൻറ്റ് വന്നു കഴിഞ്ഞാലും കോസ് സ്ക്വയർ ടൈമിനോട് കൂടി സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞ ആശയം ആഡ് ചെയ്താൽ എന്തായിരിക്കും? 1 എന്ന് പറയുന്ന ആശയമായിരിക്കും. ഇത് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ഐഡൻറ്റിറ്റിയാണ്. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്ത ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ കുറച്ച് വാല്യൂസുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. കുറച്ചധികം വാല്യൂസുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫിഗറിൽ നമുക്ക് പറയുവാനുള്ളത്, ഇത് 0 റേഡിയൻ ആണ് എന്നുള്ളതാണ് നമ്മുടെ സെൻട്രൽ ആംഗിൾ ആയിട്ട് വരിക. ഇത് 0 എന്ന് പറഞ്ഞ പൊസിഷനാണ്. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് എന്തായി? π/2 റൊട്ടേഷൻ പൂർത്തിയാക്കി എന്ന് പറയാം. ഇവിടേക്ക് എത്തി എന്ന് പറഞ്ഞാൽ എന്ത് പറയാം? നമുക്കത് π എന്ന് പറയുന്ന റൊട്ടേഷനിലേക്ക് എത്തി എന്ന് പറയാം. വീണ്ടും നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എത്ര വരും? 3π/2 എന്ന് പറഞ്ഞ കാര്യം വരുന്നു. വീണ്ടും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായി? 2π എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് എത്തുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 0യും 2πയും ഒരേ പൊസിഷനാണ്. 0 എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതും 2π എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നതുമായ, അതായത് റൊട്ടേഷൻ പൂർത്തിയായിട്ട് വീണ്ടും അതേ പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളാണ്. രണ്ടും പക്ഷെ പറയുമ്പോൾ പൊസിഷൻ എന്താണ്? ഒരേ പൊസിഷനാണ്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ അതിനെ ഒരു ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ആശയം നമ്മൾ ശ്രദ്ധിക്കുക. ആംഗിൾ
എ ഒ ബി ആണ് എടുക്കുന്നതെങ്കിൽ π/2 ആണ് വരിക. ആംഗിൾ എ ഒ ബി π/2 ആണ് വരിക. അതുപോലെ ആംഗിൾ എ ഒ സി ആണ് എടുക്കുന്നതെങ്കിൽ π ആണ് വരിക. ആംഗിൾ എ ഒ ഡി ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ 3π/2 ആണ് വരിക. ആംഗിൾ എ ഒ എ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പോയാൽ വീണ്ടും അത് എന്തായി 2π എന്ന് പറഞ്ഞ ആശയമായി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് ആംഗിൾസുകളുടെ കാര്യമുണ്ട്. ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് π/2 ആണ്. ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് π ആണ്. ആംഗിൾ എ ഒ ഡി എന്ന് പറയുന്നത് 3π/2 ആണ്. ഈ 3 ആംഗിൾസുകളും നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. 3 ആംഗിൾസുകളും 90 എന്ന് പറയുന്നതിൻ്റെ മൾട്ടിപ്പിളാണ്. 90ൻ്റെ മൾട്ടിപ്പിളാണ്. ഇതിനെ 90 × 1 പറയാം, 90 × 2 പറയാം, 90 × 3 എന്ന് പറയാം. അപ്പോൾ ഇത് 90ൻ്റെ മൾട്ടിപ്പിളാണ് ഒരു കാര്യം. ഈ 3 ആംഗിളുകളും ഫോം ചെയ്യുന്നത് ശരിക്കും എന്താണ്? എക്സ് എക്സ് ഡാഷ് വൈ വൈ ഡാഷ് എന്ന് പറയുന്ന ആക്സിസിനെ നമ്മൾ 4 ക്വാഡ്രന്റുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഇതേപോലെ ഇവിടെയും നമ്മൾ 2 ഡയമെൻഷൻ അഥവാ എക്സ് വൈ ആക്സിസിൻ്റെ മുകളിലാണ് നമ്മൾ യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ക്വാഡ്രന്റിലും ഉണ്ടാകുന്ന ആംഗിൾസുകളാണ് ശരിക്കും ആംഗിൾ എ ഒ ബി, ആംഗിൾ എ ഒ സി, ആംഗിൾ എ ഒ ഡി. ആംഗിൾ എ ഒ ബി എന്ന് പറഞ്ഞാൽ ഏതാ വരിക? ഈ ഭാഗത്തുള്ള ആംഗിളാണ് വരിക. ആംഗിൾ എ ഒ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെയുള്ള ആംഗിളാണ് വരിക. ആംഗിൾ എ ഒ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെയുള്ള ആംഗിളാണ് വരിക. ഇതെല്ലാം 90ൻ്റെ മൾട്ടിപ്പിളാണ്. ക്വാഡ്രന്റിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആംഗിളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഒരു പ്രത്യേക പേര് കൊടുക്കാം. ക്വാഡ്രന്റൽ ആംഗിൾസ് എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ വേർഡൊന്ന് ശ്രദ്ധിക്കുക. ക്വാഡ്രന്റിൻ്റെ ഇടയിലുള്ളത് കൊണ്ട് ക്വാഡ്രന്റൽ ആംഗിൾസ് എന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ വാല്യൂസുകൾ അതൊന്ന് ലിസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ യൂണിറ്റ് സർക്കിളിൻ്റെ മുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള വാല്യൂസുകളാണ് ഇപ്പോൾ നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്നത്. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. ഇത് ശരിക്കും എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ് ആണ്. 1 0 എന്ന് പറഞ്ഞ ആശയം. അപ്പോൾ ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസിൻ്റെ വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനിൻ്റെ വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. കോസ് π/2 0 ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സൈൻ π/2 1 ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കോസ് π എന്ന് പറയുന്നത് -1 ആണ്. സൈൻ π എന്ന് പറയുന്നത് 0 ആണ്. കോസ് 3π/2 എന്ന് പറഞ്ഞാൽ 0 ആണ്. സൈൻ 3π/2 എന്ന് പറഞ്ഞാൽ -1 ആണ്. കോസ് 2π = 1 ആണ്. സൈൻ 2π = 0 ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു കഴിഞ്ഞതാണ്. അതൊന്ന് ഞാൻ ലിസ്റ്റ് ചെയ്ത് എഴുതിയതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കണ്ടെത്തിയ വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. കോസ് 0ൻ്റെ വാല്യൂ 1 ആണ്. പിന്നെ വീണ്ടും അത് 1ലേക്ക് എത്തുന്നത് നിങ്ങൾ നോക്കുക 2π എന്ന് പറയുന്ന ആശയം എത്തുമ്പോഴാണ്. അതായത് 0 എന്ന് പറയുന്ന പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 2π എന്ന് പറയുന്നത് ശരിക്കും ഒരു റൊട്ടേഷൻ പൂർത്തിയായതിനു ശേഷം വരുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും വാല്യൂസുകൾ എടുക്കുകയാണെങ്കിൽ വീണ്ടും പോയ വഴിയിലൂടെ തന്നെയാണ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക? സഞ്ചരിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് കോസിൻ്റെ വാല്യൂസൊക്കെ എന്ത് ചെയ്യുന്നതാണ്? റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂസുകൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു കാര്യം പറയാം. കോസിൻ്റെ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നത് 2π എന്ന് പറഞ്ഞ ഇൻ്റർവെലിന് ശേഷമാണ് എന്നുള്ള ആശയം പറയാം. അതേമാതിരി സൈനിൻ്റെ കാര്യം ഒന്ന് നോക്കൂ നിങ്ങൾ. സൈൻ 0 ആണ്. പിന്നെ വീണ്ടും അത് 0ലേക്ക് വരുന്നത് π ആകുമ്പോൾ 0ലേക്ക് വരുന്നുണ്ട്. പക്ഷേ നെക്സ്റ്റ് വാല്യൂ -1 ആണ്. ഇവിടെ നോക്കുക നിങ്ങൾ, 0 കഴിഞ്ഞാൽ 1 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾക്ക് വീണ്ടും 0 വരുന്നത് 2π എന്ന് പറയുന്ന ആശയത്തിലാണ്. അതായത് റൊട്ടേഷൻ പൂർത്തിയായി. വീണ്ടും നമ്മൾ പോകുമ്പോൾ നെക്സ്റ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? ഈ 1 എന്ന് പറഞ്ഞ അതേ വാല്യൂ തന്നെയാണ് നമുക്ക് വീണ്ടും കിട്ടുക. കാര്യം ഇത്രേ ഉള്ളൂ. ഈ സൈൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് വരിക. സൈൻ π/2 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് വരിക. അടുത്തത് സൈൻ π എന്ന് പറഞ്ഞതാ വരിക. സൈൻ 3π/2 ഇവിടെ വരിക. സൈൻ 2π എന്ന് പറഞ്ഞ ആശയം ഇതാണ് വരിക. വീണ്ടും നമ്മൾ പോകണമെങ്കിൽ സഞ്ചരിച്ച വഴിയിലൂടെ വീണ്ടും പോകണം. അപ്പോൾ അവിടെ വാല്യൂ എന്ത് ചെയ്യുക ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്നതിൻ്റെയും വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നത് 2π എന്ന് പറഞ്ഞ ഇൻ്റർവെലിന് ശേഷമാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടെത്തി കഴിഞ്ഞു. സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്ന ഇൻ്റർവെൽ 2π എന്ന് പറഞ്ഞ ആശയമാണ്. 2πയിൽ മാത്രമല്ല, വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് വരികയാണ്. ഒരു റൊട്ടേഷൻ കൂടി പൂർത്തിയായാൽ 4π ആയി. വീണ്ടും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 6π ആയി. അങ്ങനെ എത്ര റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് വരികയാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? വാല്യൂ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കോമൺ ആയ ഒരു ജനറൽ ഐഡിയ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. സൈൻ എക്സിൻ്റെ ആണെങ്കിലും കോസ് എക്സിൻ്റെ ആണെങ്കിലും വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നത് 2π എന്ന് പറയുന്നതിൻ്റെ മൾട്ടിപ്പിളിന് ശേഷമാണ് എന്നുള്ള ആശയം പറയാം.
അത് പോസിറ്റീവ് മൾട്ടിപ്പിൾ ആയിക്കോട്ടെ നെഗറ്റീവ് മൾട്ടിപ്പിൾ ആയിക്കോട്ടെ. ഈ ഒരു കാര്യം റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് ഫോർമുലാസുകളാണ് നമ്മൾ എഴുതുന്നത്. ആ ഫോർമുല ഒന്ന് ശ്രദ്ധിക്കുക. സൈൻ 2nπ പ്ലസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് കോമ എൻ ബിലോങ്സ് ടു സെറ്റ്. ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ സെറ്റാണ്. അപ്പോൾ എന്നിന് ഏത് ഇൻറ്റിജർ വേണമെങ്കിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴും നമുക്കിവിടെ പറയുന്ന കാര്യം എന്താണ്, സൈൻ 2nπ പ്ലസ് എക്സ് എന്ന് പറയുന്ന ആശയം കാണുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, സൈൻ എക്സ് എന്ന് പറഞ്ഞ ആശയം ചെയ്താൽ മതി. എന്നൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. എന്നിന് 1 അപ്ലൈ ചെയ്യാം. എന്നിന് 1 അപ്ലൈ ചെയ്യുമ്പോൾ 2π പ്ലസ് എക്സ് ആ വരിക. സൈൻ 2π പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ എക്സ് ആണ്. അതായത് സൈൻ 2π പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എവിടെ വരിക, 2π ഇവിടെയാണ് വരിക, പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്താണ് കയറി വരിക. ഇത് കാണുന്നതിന് പകരം എക്സിലുള്ള സൈനിന്റെ വാല്യൂ കണ്ടെത്തിയാൽ മതി. എക്സ് എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുക, ഇതേ പൊസിഷനിൽ എവിടെയെങ്കിലും ഒത്തിലാണ് എന്ത് കിടക്കുക, എക്സ് കിടക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വാല്യൂ കാണുന്നതിന് പകരം ആദ്യത്തെ റിപ്പീറ്റേഷൻ വരുന്നതിന് മുൻപേ ഉള്ള വാല്യൂ എന്താണോ അതേ വാല്യൂ തന്നെ എടുത്താൽ മതി. അപ്പോൾ എത്ര എമൗണ്ട് ആണോ ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്നത് അതിൽ സൈനിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ഇതെന്താവും, ഈക്വലൈസ് ചെയ്ത് നിൽക്കുന്നു. ഇതേപോലെയാണ് കോസിന്റെ കാര്യം. കോസ് 2nπ പ്ലസ് എക്സ് എന്ന് പറയുന്നാൽ കോസ് എക്സിന് തുല്യമാണ് കോമ എൻ ബിലോങ്സ് ടു ഇസെഡ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇത്രേ ഉള്ളൂ. കോസിൻ്റെ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നത് 2πയോ 2πന് ശേഷമോ വരും. 2π എന്ന് പറയുന്നതിൻ്റെ നെഗറ്റീവ് മൾട്ടിപ്പിൾസും വരും. അത് എന്നിന് -1 കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നെഗറ്റീവായ കാര്യങ്ങൾ കയറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ഐഡിയ ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ പഠിക്കാനുള്ള അടുത്ത മെയിൻ ആയിട്ടുള്ള രണ്ട് ഫോർമുലാസുകളാണ് ഇത്. ഇതിങ്ങനെ തന്നെ പഠിക്കണം എന്നില്ല, ഞാൻ പറഞ്ഞതുപോലെ ആലോചിച്ചാൽ മതി. 2π ആണ് അതിൻ്റെ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്ന ഇൻട്രോയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഏത് മൾട്ടിപ്പിളും എന്താണ് സംഭവിക്കുക, റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞ ആശയം അവിടെ വർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോസിൻ്റെ വാല്യൂ 0 ആകുന്നത് എപ്പോഴൊക്കെയാണ്. കോസിൻ്റെ വാല്യൂ 0 ആകുന്നത് π/2 ആകുമ്പോൾ 0 ആണ്. അതുപോലെ 3π/2 ആകുമ്പോൾ 0 ആണ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, π/2 എന്ന് പറഞ്ഞ പൊസിഷൻ ഇവിടെയാണ്, 3π/2 എന്ന് പറഞ്ഞ പൊസിഷൻ ഇവിടെയാണ്. വീണ്ടും നമ്മൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലേ ഇവിടേക്ക് എത്തുള്ളൂ. അപ്പോൾ മാത്രമേ കോസിൻ്റെ വാല്യൂ എന്താവുള്ളൂ, 0 ആവുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് 5π/2 വരിക. വീണ്ടും 180 ഡിഗ്രി റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്ര വരും, 7π/2 ആണ് വരിക. അപ്പോൾ അവിടെ ആ എഴുതുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക നിങ്ങൾ. π/2, 3π/2, 5π/2, 7π/2. അതായത് π/2ൻ്റെ എല്ലാ ഓഡ് മൾട്ടിപ്പിൾസിലും കോസിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം പറയാം. cos x equal to 0 implies x is equal to 2n plus 1 π/2 comma n belongs to z. കോസിൻ്റെ വാല്യൂ 0 വരുന്നത് എപ്പോഴൊക്കെയാണ്, എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 2n plus 1 π/2. ഈ 2n plus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് നമ്പറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം അഥവാ ജനറൽ ഫോമാണ് 2n plus 1. രണ്ട് ഫോം ഉണ്ട് ഓഡ് നമ്പറിന്, 2n - 1 ഉണ്ട്, 2n plus 1 ഉണ്ട്. നമ്മൾ 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ 2n - 1 ആണ് കൊടുക്കുക. എന്നാൽ 3ൽ നിന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, 2n plus 1 എന്ന് പറഞ്ഞ ആശയം കൊടുക്കും. അപ്പോൾ നമ്മളിവിടെ എന്നിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3π/2 എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്ത് പോവുക. അപ്പോൾ അവിടെ ഓഡ് മൾട്ടിപ്പിൾസിലാണ് ഈ പറഞ്ഞ കാര്യം വർക്ക് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, n ബിലോങ്സ് ടു z കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് പോസിറ്റീവ് വാല്യൂ കൊടുക്കാം, നെഗറ്റീവ് വാല്യൂസും കൊടുക്കാം. അപ്പോൾ 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ എന്തായി മാറും, π/2 എന്ന് പറയുന്നതിൽ എന്താണ് 0 എന്നുള്ള ലോജിക്ക് കിട്ടും. എന്തായാലും നമ്മൾ കോസിൻ്റെ വാല്യൂ 0 ആകുന്നത് മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ്, π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസുകളിലാണ് എന്ത് സംഭവിക്കുന്നത്, കോസിൻ്റെ വാല്യൂ 0 ആകുന്നത്. ഇതുപോലെ സൈനിൻ്റെ കാര്യം ഒന്ന് ഒബ്സർവ് ചെയ്യൂ. സൈനിന് 0യിൽ തന്നെ 0 കിട്ടുന്നുണ്ട്. അതുപോലെ π എന്ന് പറയുമ്പോൾ 0 കിട്ടുന്നുണ്ട്. അതുപോലെ 2π വരുമ്പോൾ 0 കിട്ടുന്നുണ്ട്. 0 എന്ന് പറഞ്ഞ പൊസിഷൻ ഇതാണ്, π എന്ന് പറഞ്ഞ പൊസിഷൻ ഇതാണ്, വീണ്ടും 2π എന്ന് പറഞ്ഞാൽ ഇതാണ് പൊസിഷൻ. അപ്പം ഇനി അടുത്തത് കിട്ടണമെന്നുണ്ടെങ്കിൽ 3πയിലാണ് കിട്ടുക, അടുത്ത് കിട്ടണമെങ്കിൽ 4πയിലാണ് കിട്ടുക. അതായത് ഞാൻ π ആണ് ആഡ് ചെയ്ത് മുമ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ, π എന്ന് പറയുന്നതിൻ്റെ ഏത് മൾട്ടിപ്പിൾ എടുത്താലും അവിടെ സൈനിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത കൺക്ലൂഷൻ കൊടുക്കാം. sin x equal to 0 implies x is equal to nπ, n belongs to z. എന്നിന് ഏത് ഇൻറ്റിജർ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും പൈൻ്റെ മൾട്ടിപ്പിൾ ആണ് ഇവിടെ വരിക. ഏത് പൈൻ്റെ മൾട്ടിപ്പിളിലും സൈനിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് കൃത്യമായി കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് എന്ന് പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ വിപരീതങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇതിൻ്റെ റെസിപ്രോക്കൽസ് ഡിഫൈൻഡ് ആവണമെങ്കിൽ
ശരിക്കും സൈൻ എക്സും കോസ് എക്സും മാത്രമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ടാൻ എക്സിൻ്റെ കാര്യം അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് വിപരീതങ്ങളെക്കുറിച്ചും ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസുകളായിട്ട് മറ്റുള്ള നാലെണ്ണത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ റെസിപ്രോക്കൽസുകളൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു മുൻപിലേക്ക് പോകുന്നത്. സൈൻ എക്സിനെ പറ്റിയും കോസ് എക്സിനെ പറ്റിയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സൈൻ എക്സ് എന്ന് പറയുന്നതിൻ്റെ റെസിപ്രോക്കൽ കൊസീക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/sin x ആണ്. 1/sin x കോമ ഒരു കണ്ടീഷൻ കൂടി ഇവിടെ വരും, എക്സ് നോട്ട് ഈക്വൽ ടു n പൈ കോമ n ബിലോങ്സ് ടു z. അത് എഴുതാനുള്ള കാരണം എന്താ, സൈൻ എക്സ് 0 ആകുന്ന കാര്യങ്ങളിലൊന്നും ഈ റെസിപ്രോക്കൽ എന്ന് പറയുന്ന ആശയം എന്തല്ല, ഡിഫൈൻഡ് അല്ല. അപ്പോൾ അത് ഡിഫൈൻഡ് ആകുന്നത് എവിടെ മാത്രമാണ്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഭാഗങ്ങളിൽ മാത്രമാണ്. അപ്പോൾ ഈ ഒരു കാര്യം കിട്ടിയിരിക്കുന്നത് ശരിക്കും എപ്പോഴാണ്, തൊട്ട് മുന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യം നമുക്ക് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് സീക്ക് എക്സ്. സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സിൻ്റെ വിപരീതമാണ് വരിക, 1/cos x. അപ്പോൾ കോസ് എക്സ് 0 ആവാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് നോട്ട് ഈക്വൽ ടു 2n + 1 π/2 കോമ n ബിലോങ്സ് ടു z. ടാൻ എക്സ്. ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ കോസ് എക്സ് 0 ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് ഈക്വൽ ടു 2n + 1 π/2 കോമ n ബിലോങ്സ് ടു z. ലാസ്റ്റ് വൺ കോട്ടെക്സ്. ഈ ടാൻ എക്സിൻ്റെ നേരെ റെസിപ്രോക്കലാണ് കോട്ടെക്സ് വരിക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെഫിനിഷൻ കോസ് എക്സ് ബൈ സൈൻ എക്സ് കോമ എക്സ് നോട്ട് ഈക്വൽ ടു n പൈ കോമ n ബിലോങ്സ് ടു z. അപ്പോൾ തൊട്ട് മുകളിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത ആ രണ്ട് ഫോർമുലേനെ ബേസ് ചെയ്തുകൊണ്ടാണ് റെസിപ്രോക്കൽസ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ സെക്ഷനിൽ പറയുവാനുള്ള ഒരു കാര്യം, തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാം. 1 + ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ എക്സ് ആണ്. 1 + കോട്ട് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് കൊസീക്ക് സ്ക്വയർ എക്സ് ആണ് എന്നൊക്കെ ഡിഫൈൻ ചെയ്യാം. ഇത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് രണ്ടെണ്ണമാണ് നമ്മളിപ്പോൾ പറഞ്ഞ പുതിയ രണ്ട് ഫോർമുലാസുകൾ. ഇതിൽ ആദ്യത്തെ ഫോർമുലയിലേക്ക് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ജനറൽ ഐഡിയ എടുക്കുക, ഓരോ ടേമിനെയും കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1/cos സ്ക്വയർ എക്സ്. ഇതിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ രീതിയിൽ ചിന്തിക്കാം. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണ്, ടാൻ എക്സ് ആണ്. പക്ഷെ ഇവിടെ സ്ക്വയറുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ടാൻ സ്ക്വയർ എക്സ് ആണ്. പ്ലസ് കോസ് സ്ക്വയർ എക്സ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 1 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1/cos x എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞ ആശയം വരുമ്പോൾ എന്ത് വരും, സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ ആശയം കയറി വരുന്നു. അപ്പോൾ നോക്കൂ നിങ്ങൾ, സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്, 1 + ടാൻ സ്ക്വയർ എക്സിന് തുല്യമാണ്. അഡീഷൻ ഏത് രീതിയിൽ വേണമെങ്കിലും വായിക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 1 + ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞത് റീഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് എത്തി. ഇനി ഇതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ കോസ് സ്ക്വയർ എക്സ് കൊണ്ടല്ല ഞാൻ ഡിവൈഡ് ചെയ്ത്, അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സൈൻ സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ആ ഫസ്റ്റ് ഭാഗത്ത് പറയുവാനുള്ളത്. ഫസ്റ്റ് ഭാഗത്ത് പഠിക്കുവാനുള്ള കാര്യങ്ങൾ ഇതാണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 എന്നുള്ള ഒരു കാര്യം എങ്ങനെ കിട്ടി എന്നുള്ളത് മനസ്സിലാക്കണം. രണ്ടാമത് എന്താണ് ക്വാഡ്രൻ്റൽ ആംഗിൾസ് എന്ന് പറഞ്ഞ കാര്യം മനസ്സിലാക്കണം. കോസിൻ്റെയും സൈനിൻ്റെയും ചില ആംഗിൾസുകളിലുള്ള വാല്യൂസുകൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ആശയം ഒന്ന് മനസ്സിലാക്കിയെടുക്കണം. അതിനുശേഷം സൈൻ എക്സും കോസ് എക്സും റിപ്പീറ്റ് ചെയ്യുന്ന ഇൻ്റർവെൽ 2π ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുത്ത ഫോർമുല ഓർമ്മയിലുണ്ടാവണം. എപ്പോഴൊക്കെയാണ് സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും വാല്യൂ 0 ആകുന്നു എന്നുള്ള ആശയം ഓർമ്മയിലുണ്ടാവണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കപ്പോൾ തന്നെ ഇതിനെയൊക്കെ റെസിപ്രോക്കൽസുകൾ ഡിഫൈൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് പറയാം, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണെങ്കിൽ 1 + ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ എക്സ് ആയിരിക്കും. 1 + കോട്ട് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് കൊസീക് സ്ക്വയർ എക്സ് ആയിരിക്കും എന്നുള്ള കാര്യം വരെ പറയാം. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് എന്നീ പറയുന്നതിൻ്റെ വാല്യൂസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കുറച്ചെണ്ണം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, അതെല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാത്ത കുറച്ച്
ആംഗിൾസുകളിൽ വരുന്ന സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും ഒക്കെ വാല്യൂസ് അടങ്ങിയിട്ടുള്ള ഒരു ടേബിളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇത് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ടേബിളാണ്. ഇതിലെ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ആംഗിൾസുകളുണ്ട്. π/6, π/4, π/3. ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത് ഈ 3 ആംഗിൾസുകളാണ്. എപ്പോൾ ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് സൈൻ π/3 എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ വേണ്ടി പറ്റണം. ടാൻ π/3 എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ വേണ്ടി പറ്റണം. അങ്ങനെ ആ 3 ആംഗിൾസുകൾ ഏറ്റവും നല്ലതുപോലെ നിങ്ങൾ പഠിച്ച് ഓർമ്മയിൽ വെക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ കണ്ടുപിടിക്കുന്നതിന് ചെറിയൊരു ലോജിക്ക് അതിലുണ്ട്. നമുക്ക് സ്വയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഈ ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ വാല്യൂസുകൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു ടേബിള് കമ്പൾസറി ആണ്. എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക തന്നെ വേണം. ഇവിടെ അതിൻ്റെ എങ്ങനെയാണ് അത് പഠിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. 0 എന്ന് പറയുന്നതും 2π എന്ന് പറയുന്നതും ഒരേ വാല്യൂസുകളായിരിക്കും. അതൊന്ന് ഒബ്സർവ് ചെയ്യുക. 0 1 0 0 1 0. അപ്പോൾ ശരിക്കും 0യിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്. അത് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ടാൻ കിട്ടുക. അതുകൊണ്ട് തന്നെ ആൻസർ എന്ത് വരും? 0 എന്ന് പറഞ്ഞ ആശയം വരുന്നു. അടുത്തത് π/6ഉം π/4ഉം π/3ഉം പഠിക്കുമ്പോൾ അതിൽ ചെറിയൊരു ലോജിക്ക് ഉണ്ട്. എന്താണ് ലോജിക്ക് എന്ന് ചോദിച്ചാൽ π/4ൽ സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂ ഈക്വൽ ആണ്. അത് 1/√2 ആണ്. ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടുള്ളൂ? 1 എന്ന് പറഞ്ഞ ആൻസർ കിട്ടുകയുള്ളൂ. അപ്പോൾ π/4ൽ 1/√2 ആണ് വാല്യൂ വരിക എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം സൈൻ π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. ഇതേ ആൻസർ തന്നെയാണ് കോസ് π/3 എന്ന് പറഞ്ഞതിൽ വരുന്നത്. അതായത് ഒരു ഡയഗണൽ പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിചാരിക്കാം. അതേപോലെ സൈൻ π/3 എന്ന് പറയുന്നത് √3/2 ആണെങ്കിൽ കോസ് π/6 എന്ന് പറയുന്നത് എന്താണ്? √3/2 ആണ്. ഇങ്ങനെ ഉണ്ടോ? അപ്പോൾ നമ്മൾക്ക് ഇവിടെ π/4ൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ 1/√2 1/√2. ഇനി ഇവിടെയുള്ളതോ എവിടെയെങ്കിലും ഉള്ള ഒരു വാല്യൂ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ സൈൻ π/6 എന്ന് പറയുന്നത് 1/2 ആണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ വരിക? 1/2 ആണ് വരിക. അപ്പോൾ ഇവിടെ എന്തേ വരുള്ളൂ? √3/2 വരുള്ളൂ. അപ്പോൾ ഇവിടെ എത്ര വരുള്ളൂ? √3/2 വരുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിക്കൽ കഴിഞ്ഞു. സൈനിൻ്റെയും കോസിൻ്റെയും ടാൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ടാനിൻ്റെ വാല്യൂസുകൾ കിട്ടുകയും ചെയ്യും. π/2ൻ്റെ കാര്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ സൈൻ π/2 എന്ന് പറഞ്ഞാൽ 1 ആണ്, കോസ് π/2 0 ആണ്. പക്ഷേ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് താഴെ 0 വരും. അതുകൊണ്ടാണ് ND അഥവാ നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞ അവിടെ എഴുതിയിരിക്കുന്നത്. അതേപോലെ പൈയിൽ സൈനിൻ്റെ വാല്യൂ 0 ആണ്, കോസിൻ്റെ വാല്യൂ -1 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നു. 3π/2ൽ സൈനിൻ്റെ വാല്യൂ -1 ആണ്, കോസിൻ്റെ വാല്യൂ 0 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെ 0 വരുന്നത് കൊണ്ട് നോട്ട് ഡിഫൈൻഡ് വരുന്നു. അപ്പോൾ ഈ ഒരു ടേബിളിൽ മിനിമം നിങ്ങൾ π/6, π/4, π/3 എന്നീ വാല്യൂസുകൾ കൃത്യമായി ഓർമ്മയിൽ വെക്കുക. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ ആ ടേബിളിൽ സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും വാല്യൂ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്കൊരു സംശയം വരാം, എങ്ങനെയാണ് അതിൻ്റെ റെസിപ്രോക്കൽസുകളുടെ വാല്യൂസുകൾ നമ്മൾ പറയുക? അതിനെന്ത് ചെയ്താൽ മതി? നമ്മൾക്ക് കോസിൻ്റെ വാല്യൂ 1/2 ആണ് പറയുന്നതെങ്കിൽ സീക്കിൻ്റെ വാല്യൂ എന്തായാൽ മതി? അതിൻ്റെ നേരെ റെസിപ്രോക്കലായ 2/1 എന്ന് പറഞ്ഞ ആശയം എടുത്താൽ മതി. അതായത് കൊസീക്ക് എക്സിൻ്റെയും കോട്ടെക്സിൻ്റെയും സീക്ക് എക്സിൻ്റെയും ഒക്കെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ടാൻ എക്സിൻ്റെയും വാല്യൂസുകളുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇനി നമ്മൾക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് ഒന്ന് പോവാം. സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്നാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നിങ്ങൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ ഒരു യൂണിറ്റ് സർക്കിൾ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒറിജിൻ സെൻറ്റർ ആകുന്ന രീതിയിൽ കോർഡിനേറ്റ് ആക്സിസിൻ്റെ മുകളിലാണ് യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. 2 പോയിന്റുകൾ നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. P എന്ന് പറഞ്ഞ പോയിന്റ് അതിൻ്റെ കോർഡിനേറ്റ് എയും ബിയും ആണ്. Q എന്ന് പറഞ്ഞ മറ്റൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോർഡിനേറ്റ് A, -B ആണ്. തൊട്ട് മുന്നേ നമ്മൾ ഈ പോയിന്റിനെ M എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ട്രയാങ്കിൾ OMP എന്ന് പറഞ്ഞ കാര്യം കൺസിഡർ ചെയ്തിട്ട് കോസ് എക്സ് എന്ന് പറയുന്നത് A ആണെന്നും സൈൻ എക്സ് എന്ന് പറയുന്നത് B ആണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒന്നുകൂടി ഇവിടെ എഴുതി വെക്കുകയാണ്. കോസ് എക്സ് എന്ന് പറയുന്നത് A ആണ്, അതുപോലെ തന്നെ സൈൻ എക്സ് എന്ന് പറയുന്നത് B ആണ്. ഇത് ട്രയാങ്കിൾ OMP എന്ന് പറഞ്ഞ കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതായത് ഇത് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്ന കാര്യം എന്താണ്? ഈ ഒരു ആംഗിളാണ് വരിക, അത് എക്സ് റേഡിയൻ ആണ്. അതുകൊണ്ട് കോസ് എക്സ് A ആയിരിക്കും, സൈൻ എക്സ് എന്ന് പറയുന്നത് B ആയിരിക്കും. ഇതേപോലെ താഴെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, OMQ എന്ന് പറയുന്ന കാര്യം. അത് കൺസിഡർ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ട്രയാങ്കിൾ OMQ. ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കോസ് -x എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? A ആണെന്ന് പറയാം. അതുപോലെ
സൈൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ബി ആണെന്ന് പറയാം. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് ആലോചിക്കാം. അതായത് എക്ക് പകരം കോസ് എക്സ് എന്ന് പറഞ്ഞ കാര്യം കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പറയാം? കോസ് മൈനസ് എക്സ് ഈക്വൽ ടു എക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? കോസ് എക്സ് എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി കിട്ടിക്കഴിഞ്ഞു. കോസ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സിന് തുല്യമാണ്. അതുപോലെ സൈൻ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ബിക്ക് പകരം എന്ത് എഴുതാം? സൈൻ എക്സ് എന്ന് പറഞ്ഞ കാര്യം എഴുതാം. രണ്ടാമത്തെ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ കാര്യം നമ്മൾ കണ്ടെത്തൽ കഴിഞ്ഞു. അതായത് ഇവിടെ കോസിന്റെ ആംഗിളിൽ നെഗറ്റീവ് വരികയാണെങ്കിൽ ആ നെഗറ്റീവ് എന്ന് പറയുന്നത് ശരിക്ക് ആംഗിളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് കോസിന്റെ വാല്യൂവിനെ ബാധിക്കില്ല. പക്ഷേ സൈൻ എന്ന് പറയുന്നതിൻ്റെ ആംഗിളിലാണ് നെഗറ്റീവ് ഉള്ളതെങ്കിൽ അത് സൈൻ എക്സിലുള്ള വാല്യൂ എന്താണോ അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും എന്ത് വരുന്നത്, അതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ രണ്ട് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റികളാണ് ഇപ്പം നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം ഒരു 2 ഡയമെൻഷൻ പ്ലെയിൻ എന്ന് പറയുന്നതിനെ 4 ക്വാഡ്രന്റുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ കോർഡിനേറ്റ് ആക്സിസിനെ ക്വാഡ്രന്റ് ആക്കിയ ആശയത്തിലൂടെ തന്നെയാണ് നമ്മൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, 4 പീസുകളാക്കി 4 ക്വാഡ്രന്റുകളാക്കി മാറ്റുന്നത്. ആ ക്വാഡ്രന്റുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് പൊസിഷൻ 0 കൊടുക്കും, π/2 കൊടുക്കും, π കൊടുക്കും, 3π/2 എന്ന് പറഞ്ഞ കാര്യം കൊടുക്കും. അടുത്ത വീണ്ടും അതേ പൊസിഷനിലേക്ക് വരുമ്പോൾ എന്ത് കൊടുക്കും? 2π എന്ന് പറഞ്ഞ ആശയം കൊടുക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്വാഡ്രന്റുകളാക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ മാറ്റുന്നത്? ഇപ്പോൾ ക്ലോസ്ഡ് ഇന്റർവെൽ 0 2π എന്ന് പറഞ്ഞൊരു കാര്യമാണെങ്കിൽ അതിനെ നമ്മൾ മാറ്റുന്നത് എങ്ങനെയാണ്? 0 to π/2 ഒരു ഇന്റർവെല്, π/2 to π മറ്റൊരു ഇന്റർവെല്, π to 3π/2 മറ്റൊരു ഇന്റർവെല്, 3π/2 2π എന്ന് പറയുന്നത് മറ്റൊരു ഇന്റർവെല്. ഇവിടെ ഓരോ ക്വാഡ്രന്റിലും ഓരോ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും സംഭവിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജനറൽ ഐഡിയ പറഞ്ഞ സമയത്ത് ഇവിടെ ഒരു എ എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്തിരുന്നു. അവിടെ 1 0 എന്ന് പറഞ്ഞ കാര്യമാണ് ഉണ്ടായിരുന്നത്. എ എന്ന് പറയുന്ന പോയിന്റ് 1 0 എന്ന് പറഞ്ഞ പോയിന്റാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ഈ എ എന്ന് പറയുന്ന പോയിന്റിനെ തന്നെ നമുക്ക് പി ആക്കി മാറ്റാം. ആ സമയത്ത് നമുക്ക് കോസ് 0യും സൈൻ 0യും ആണ് വരിക എന്നൊക്കെ പറഞ്ഞിരുന്നു. അവിടെ നിങ്ങൾ നോക്കി നോക്കൂ, ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ കോർഡിനേറ്റ് ആക്സിസുകളെ 4 പീസാക്കി മാറ്റുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ 2 വാല്യൂം പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഏത് കോർഡിനേറ്റ് എടുത്താലും രണ്ടും പോസിറ്റീവ് ആയിരിക്കും. ആ 2 കോർഡിനേറ്റുകളെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ടാനിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു ക്വാഡ്രന്റിൽ 0 to π/2 എന്ന് പറഞ്ഞ ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും എന്തായിരിക്കും? ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ അടുത്തതിലേക്ക് പോകുന്ന സമയത്തോ കോസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആവും, സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും. കോസ് നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ വിപരീതം നെഗറ്റീവ് ആയിരിക്കും. കൂടാതെ ഇത് ഡിവൈഡ് ചെയ്തുണ്ടാക്കുന്നതാണ് ടാൻ വരുന്നത്, അപ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നെഗറ്റീവിൻ്റെ കാര്യം കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് പോസിറ്റീവായ കാര്യം ഏതാണെന്ന് മാത്രം നോക്കുക. സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്, അതിൻ്റെ വിപരീതം പോസിറ്റീവാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവാണ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും അതിൻ്റെ വിപരീതവും മാത്രം പോസിറ്റീവാണ്. തേർഡ് ക്വാഡ്രന്റിലേക്ക് പോകുമ്പോൾ സൈനും കോസും നെഗറ്റീവാണ്, പക്ഷെ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടാൻ എന്താവും? അവിടെ പോസിറ്റീവ് ആവും. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കലും എന്താവും? പോസിറ്റീവ് ആവും. ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് പോകുമ്പോൾ കോസ് പോസിറ്റീവാണ്, അപ്പോൾ സിക്കും പോസിറ്റീവ് ആയിരിക്കും. ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നെഗറ്റീവാണ്, പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ നമുക്ക് ഈ ചുരുക്കത്തിൽ ഈ ഒരു പറഞ്ഞു കഴിഞ്ഞ കാര്യത്തിനെ നമ്മൾക്ക് ചെറിയൊരു ഷോർട്ട് കട്ട് ഐഡിയയിലൊന്ന് പഠിച്ചു വെക്കാം. 4 ക്വാഡ്രന്റുകളാക്കിയിട്ടാണ് നമ്മൾ മാറ്റുന്നത്. x ഡാഷ് y ഡാഷ് എന്ന് പറഞ്ഞ ആക്സിസിനെ, അല്ലെങ്കിൽ 0 to 2π എന്ന് പറഞ്ഞ ഇന്റർവെല്ലിനെ നമ്മൾ 4 ക്വാഡ്രന്റുകളാക്കി മാറ്റുന്നു. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവാണ്, അടുത്തതിൽ സൈനും അതിൻ്റെ വിപരീതവും പോസിറ്റീവാണ്, അടുത്തതിൽ ടാനും അതിൻ്റെ വിപരീതവും പോസിറ്റീവാണ്, അടുത്തതിൽ കോസും അതിൻ്റെ വിപരീതവും പോസിറ്റീവാണ്. അപ്പോൾ ASTC എന്ന് പറഞ്ഞൊരു കാര്യം ഓർമ്മയിൽ വെച്ചാൽ ഓരോ ക്വാഡ്രന്റുകളിലും ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നു. ഈ ASTC ഓർമ്മയിൽ വെക്കാൻ വേണ്ടി നമ്മൾ പല സെൻറ്റൻസുകളും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്ന് പറഞ്ഞെടുക്കാറുണ്ട്, ഓൾ സ്റ്റുഡൻസ് ടേക്ക് കെയർ എന്ന് പറഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഓരോ ക്വാഡ്രന്റിലും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഓരോ ക്വാഡ്രന്റിലും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ എന്നുള്ള കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എ എന്ന് പറയുന്നത് 1 0 എന്ന് പറഞ്ഞ പോയിന്റാണ്.
ബി എന്ന് പറയുന്നത് 0 1 ആണ്. അതായത് ഇത് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് വാല്യൂ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോസിൻ്റെ വാല്യൂസുകളെയാണ്, സെക്കൻഡ് വാല്യൂ സൈനിൻ്റെ വാല്യൂസുകളെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് വാല്യൂസുകൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇവിടെ 1 ആണ്, അത് ഡിക്രീസ് ചെയ്തിട്ട് 0 ആകുന്നു. പിന്നെ അത് വീണ്ടും ഡിക്രീസ് ചെയ്തിട്ട് -1 ആകുന്നു. പിന്നെ അത് ഇൻക്രീസ് ചെയ്തിട്ട് 0 ആകുന്നു, വീണ്ടും ഇൻക്രീസ് ചെയ്തിട്ട് 1 ആകുന്നു. ഇതേപോലെ നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തിട്ടാണ് ടാനിൻ്റെ വാല്യൂ പറയുക. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ടാനിൻ്റെ കാര്യം നമുക്കിവിടെ പറയാം. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്നാലും നമുക്ക് ഈ യൂണിറ്റ് സർക്കിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണമെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ബോർഡിൽ ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹെഡിങ് ഒന്ന് ശ്രദ്ധിക്കൂ. ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. നമ്മൾ പറയുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, 2 കളക്ഷൻസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ആശയം പറയാൻ വേണ്ടി പറ്റൂ. അതായത് ഏത് ഫംഗ്ഷൻ നമ്മൾ നോക്കിയാലും അതിനൊരു ഡൊമൈനും ഉണ്ടാവും, ഒരു റേഞ്ചും ഉണ്ടാവും. അതുപോലെ ഇവിടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും എന്തുണ്ട്, ഡൊമൈനും ഉണ്ട്, റേഞ്ചും ഉണ്ട്. ഡൊമൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കാണുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഡൊമൈൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. രണ്ടാമത് വരുന്നതാണ് റേഞ്ച് എന്ന് പറഞ്ഞ ആശയമായിട്ട് വരുന്നത്. ഇത് നമുക്ക് ഈ വർഷം അധികം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമല്ല, പക്ഷേ അടുത്ത വർഷം നമ്മൾ ഇതിൻ്റെ ഇൻവേഴ്സ് കേസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് ഇത് എന്താണെന്നുള്ളതൊന്ന് ഓർമ്മയിലേക്ക് വെക്കുക. സൈൻ എക്സ് ആണെങ്കിലും കോസ് എക്സ് ആണെങ്കിലും ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ സെറ്റാണ്. റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ് ഇൻ്റർവൽ -1 1 ആണ്. അതായത് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസുകളുടെ കളക്ഷനാണ് ഡൊമൈൻ വരിക. അതായത് ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റുകളാണ് നമ്മൾ മാറ്റി നിർത്തുക, ബാക്കിയെല്ലാം എന്ത് വരും, ഡൊമൈൻ എന്ന് പറഞ്ഞ ആശയത്തിൽ വരും. ഈ ഡൊമൈൻ എന്ന് പറയുന്നതിലുള്ള വാല്യൂസുകൾ കൊടുക്കുമ്പോൾ ഫംഗ്ഷന് ആൻസറുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അതിൻ്റെ കളക്ഷനാണ് റേഞ്ച് വരുന്നത്. ആ റേഞ്ച് എന്ന് പറയുന്ന കാര്യം സൈനിൻ്റെ ആണെങ്കിലും കോസിൻ്റെ ആണെങ്കിലും മാക്സിമം വാല്യൂ 1 ആണ്, മിനിമം വാല്യൂ -1 ആണ്, ബാക്കി എല്ലാ വാല്യൂസും അതിൻ്റെ ഇടയിലാണ്. കൊസീക് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുമ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് R- set of all x such that x is equal to n⁻, n belongs to z. ഇവിടെ ഒരു കാര്യം മൈനസ് ചെയ്തിരിക്കുന്നത് കാണാം. കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ 1/sin x ആണ്. sin x 0 ആയാലും ഒരിക്കലും അത് ഡിഫൈൻഡ് അല്ല. അപ്പോൾ അത് 0 ആകുന്ന കേസുകൾ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൊമൈനിൽ നിന്ന് മൈനസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിന് കിട്ടുന്ന ആൻസർ R- ഓപ്പൺ ഇൻ്റർവൽ -1 1ൽപ്പെട്ട എല്ലാ മെമ്പേഴ്സുകളും അതിലെ ആൻസറായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ സീക്ക് എക്സ് എന്ന് പറയുന്ന കാര്യം 1/cos x ആണ്. അപ്പോൾ cos x ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ് ഒഴിവാക്കണം. ആ പോയിന്റാണ് π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസ്. അത് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട്, അതാണ് ഡൊമൈൻ വരിക. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊസീക് എക്സിൻ്റെ അതേ റേഞ്ച് തന്നെയാണ്, R- ഓപ്പൺ ഇൻ്റർവൽ -1 എന്ന് പറഞ്ഞ കാര്യമാണ്. ടാൻ എക്സ് എന്ന് പറയുന്നത് sin x/cos x ആണ്. അപ്പോൾ cos x 0 ആകുന്നത് മൈനസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ 2n + 1 π/2 എക്സിന് വരുന്നത് മൈനസ് ചെയ്തിരിക്കുന്നത്. 2r. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏത് റിയൽ നമ്പർ നമുക്ക് ആൻസർ കിട്ടാം. കോട്ട് എക്സ് എന്ന് പറയുന്നത് cos x/sin x എന്ന് പറഞ്ഞ ആശയമാണ്. അപ്പോൾ sin x 0 ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എക്സ് ഒരിക്കലും n⁻ ആവാൻ പാടില്ല. ആ പോയിന്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് അത് ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ വരിക, റിയൽ നമ്പർ സെറ്റ് തന്നെയാണ് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടത് ഐഡൻറ്റിറ്റീസുകൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഐഡൻറ്റിറ്റീസുകൾ ഒന്ന് ഓർമ്മയിൽ വെക്കണം. sin² x + cos² x = 1, 1 + tan² x = sec² x, 1 + cot² x = cosec² x, ക്വാഡ്രൻ്റൽ ആംഗിൾസ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ, അതുപോലെ തന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ വാല്യൂസുകൾ അടങ്ങിയിട്ടുള്ള ഒരു ടേബിള്, അത് നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. sin x-ൻ്റെയും cos x-ൻ്റെയും വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്ന ഇൻ്റർവെൽ 2π ആണ്. അതുപോലെ തന്നെ sin x എപ്പോഴാണ് 0 ആകുന്നത്, cos x എന്ന് പറയുന്നത് എപ്പോഴാണ് 0 ആകുന്നത് എന്നതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത കാര്യം. പിന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ സൈനുമായി ബന്ധപ്പെട്ട കാര്യം, ഓരോ ക്വാഡ്രൻറ്റിലും എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അതിനെന്ത് മാത്രം ഓർമ്മയിൽ വെച്ചാൽ മതി, ASTC എന്ന് പറഞ്ഞ കാര്യം മാത്രം ഓർമ്മയിൽ വെച്ചാൽ മതി. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെല്ലാം പോസിറ്റീവാണ്, അടുത്തതിൽ സൈനും അതിൻ്റെ വിപരീതവും പോസിറ്റീവാണ്, അടുത്തതിൽ ടാനും അതിൻ്റെ വിപരീതവും പോസിറ്റീവാണ്, അടുത്തതിൽ കോസും അതിൻ്റെ വിപരീതവും പോസിറ്റീവാണ്. അപ്പോൾ ASTC എന്ന് പറഞ്ഞ കാര്യം മാത്രം എന്ത് ചെയ്യുക, അവിടെ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. പിന്നെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത സെക്ഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ഞാൻ പ്രതിപാദിക്കേണ്ടായി. അതുകൊണ്ട് തന്നെ അത് വല്ലാണ്ട് നിങ്ങൾ സ്ട്രെസ് ചെയ്യാൻ നിൽക്കണ്ട, എന്നാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളുമായിട്ട് ഇനി നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ചെയ്യുവാനുണ്ട്. ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ വാല്യൂ തന്ന് മറ്റെല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെയും വാല്യൂസുകൾ കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളും
ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.